നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ഒഡീഷയിലെ സംബൽപൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും വിജയിച്ച കേന്ദ്രമന്ത്രിയായ ധർമ്മേന്ദ്ര പ്രധാൻ അടക്കം 6 BJP MP-മാർ അയോഗ്യരാണ് എന്ന് കൃത്യമായി ബിജു ജനതാദൾ അവകാശപ്പെടുകയാണ്. ഒഡീഷയിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും വിലയിരുത്തുമ്പോൾ ലോക്സഭയിൽ BJP നടത്തിയ അഭൂതപൂർവമായ കുതിപ്പ് അത് ഒരു കണക്കിനും അംഗീകരിക്കാൻ കഴിയില്ല. അവിടെ വലിയ തോതിൽ തിരിമറി നടന്നിട്ടുണ്ട്. രാജ്യത്താകമാനം പല മേഖലകൾ തിരിച്ചാണ് BJP കാട്ടുകൊള്ള നടത്തിയിരിക്കുന്നതെന്നും അതിൻ്റെ തിക്തഫലം അനുഭവിക്കുന്നത് ചെറുകിട പാർട്ടികളാണ് എന്നും കോൺഗ്രസിനേക്കാൾ കൃത്യമായി ടാർഗറ്റ് ചെയ്തത് ഇത്തരത്തിലുള്ള പാർട്ടികളെയാണെന്നും വ്യക്തമാക്കിക്കൊണ്ടാണ് BJD രംഗത്ത് വരുന്നത്. നമുക്കറിയാം, നവീൻ പട്നായിക്ക് 24 കൊല്ലം അവിടെ മുഖ്യമന്ത്രിയായിരുന്നു. ഇപ്പോൾ മോഹൻ ചരൺ മാഞ്ചിയാണ് BJPയുടെ അവിടുത്തെ മുഖ്യമന്ത്രി. ഏത് സാഹചര്യത്തിലും BJP സർക്കാർ വീഴാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയം ഉണ്ടാക്കിയെടുക്കാൻ ഒഡീഷയിൽ പ്രതിപക്ഷമായ BJDക്കും കോൺഗ്രസിനും കഴിയും എന്നതാണ് യാഥാർത്ഥ്യം. നമുക്കറിയാം, മധ്യപ്രദേശിലെ നിരവധി ലോക്സഭാ സീറ്റുകളിലും ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. BJPക്ക് സമ്പൂർണ്ണ വിജയം എന്ന രീതിയിലാണ് മധ്യപ്രദേശിലെ തെരഞ്ഞെടുപ്പ് ഫലം വന്നത്. BJPയുടെ കാവിക്കോട്ടയായ ഗുജറാത്തിൽ പോലും വിള്ളൽ വീണു. അവിടെ ഒരു ലോക്സഭാ സീറ്റ് കോൺഗ്രസിന് വിജയിക്കാൻ കഴിഞ്ഞു, മികച്ച രീതിയിൽ തന്നെ. എന്നാൽ സൂററ്റ് അടക്കം പല മേഖലകളിലും BJP എതിർ സ്ഥാനാർത്ഥികളെ നിർത്തുന്നതിൽ വലിയ തോതിൽ അവർ മസിൽ പവർ ഉപയോഗിച്ചു എന്നുള്ളത് വളരെ വ്യക്തമായിരുന്നു. പണമൊഴുക്കുന്നു എന്നത് മാത്രമല്ല, ഭീഷണിപ്പെടുത്തിയും സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശം പിൻവലിക്കാൻ വേണ്ടി ശ്രമിച്ചു. ഇൻഡോറിൽ, അതായത് മധ്യപ്രദേശിൽ അതാണ് സംഭവിച്ചത്. ഇത്തരത്തിൽ പല മേഖലകളിലും സംഭവിച്ചു. ഒഡീഷയിൽ നടന്നത് ഒരു വലിയ വോട്ട് കൊള്ളയാണ് എന്നും അതിൻ്റെ നിജസ്ഥിതി അന്വേഷിച്ചാൽ അറിയാമെന്നും BJP അധികാരത്തിൽ പോലും നിയമസഭയിൽ വരില്ലായിരുന്നു. 20ഓളം അസംബ്ലി മണ്ഡലങ്ങളിൽ അവിടെ നടന്നത് കള്ളത്തരമാണ് എന്നും ഇത് തുറന്നു കാണിക്കാൻ കിട്ടിയ അവസരം ഞങ്ങൾ പാഴാക്കിയാൽ അത് ശരിയാകില്ല എന്നും ബിജു ജനതാദൾ നേതാക്കൾ തുറന്നടിക്കുകയാണ്. നവീൻ പട്നായിക്കിൻ്റെ ഭരണം മോശമായതുകൊണ്ടല്ല അവിടെ BJP അധികാരത്തിലേക്ക് വന്നത്, മറിച്ച് BJP വലിയ തോതിലുള്ള ആശങ്ക പടർത്തി. ഇനി വരാൻ പോകുന്നത് പാണ്ഡ്യൻ എന്ന് പറയുന്ന നവീൻ പട്നായിക്കിൻ്റെ വിശ്വസ്തനായ ബ്യൂറോക്രാറ്റാണ്, ഉദ്യോഗസ്ഥനാണ്, IAS ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം ഒഡിയക്കാരനല്ല, തമിഴനാണ്. ഇത്തരത്തിലായിരുന്നു പ്രചരണം മുഴുവൻ. അത്തരത്തിലുള്ള കള്ളപ്രചരണത്തിന് പുറമെ വോട്ട് തട്ടിപ്പ് ഉൾപ്പെടെ നടന്നു. ലോക്സഭാ മണ്ഡലങ്ങളുടെ കൃത്യമായ കണക്കെടുക്കുമ്പോൾ അതറിയാം. BJPക്ക് ജയസാധ്യത ഉണ്ടായിരുന്ന ഉറപ്പുള്ള 5ഓ 6ഓ മണ്ഡലങ്ങളെ ഉള്ളായിരുന്നു. ബാലസോർ അടക്കമുള്ള മേഖലകളിൽ അവർ പതിവായി വിജയിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നാൽ വലിയ തോതിലുള്ള വോട്ട് കൊള്ള, അട്ടിമറി ഒഡീഷയിലും മധ്യപ്രദേശിലും വ്യാപകമായി നടന്നതിൻ്റെ റെക്കോർഡ് രാഹുൽ ഗാന്ധി കൃത്യമായി അവതരിപ്പിക്കുകയാണ്.